ഹൂത്തികൾക്കും ഇസ്രായേലിനും ഇടയിലുള്ള സംഘർഷം കഴിഞ്ഞ 10 ദിവസമായി വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. കാരണം സെപ്റ്റംബർ 5-ന് ഇസ്രായേൽ ഹൂത്തികൾക്കെതിരായ ഒരു ആക്രമണം ആരംഭിച്ചു. യമനിൽ പ്രവേശിച്ചു ആക്രമണം നടത്തുന്നു. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലകൾ, ഹൂത്തികളുടെ ഉടമസ്ഥതയിലുള്ള തുറമുഖം, ഇവിടങ്ങളിലെല്ലാം ആക്രമിക്കുന്നു. അടുത്ത സെപ്റ്റംബർ മാസം 9-ന് ഹമാസ് പ്രതിനിധികൾ താമസിച്ചിരുന്ന ഖത്തറിലെ ഒരു കെട്ടിടത്തിൽ അവർ ആക്രമിച്ചു. എന്നാൽ ഈ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഇതിൽ മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നില്ല. ഈ ഒരു ആക്രമണത്തിന് ശേഷം അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ എതിർക്കാനായി ഒരുമിച്ച് ചേർന്നു. അവർ വലിയ അപലപനങ്ങൾ പ്രകടിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം ഒരു വശത്ത് പോകുമ്പോൾ വളരെ ശാന്തമായി ഹൂത്തികൾ ഒരു കാര്യം ചെയ്തു. ജൂലൈ മാസം ഇറാനിൽ നിന്നും ഹൂത്തികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ കൊണ്ടുവന്ന കണ്ടെയ്നേഴ്സിനെ യമനിലെ സർക്കാർ സേന പിടിച്ചെടുത്തു. ഇപ്പോൾ ഇതിനേക്കാൾ മറ്റൊരു കാര്യം സംഭവിച്ചത് ഇറാനിൽ നിന്നും ഹൂത്തികൾക്ക് 4 കണ്ടെയ്നർ ആയുധങ്ങൾ എത്തി എന്നതാണ്. ഇത് യമൻ സർക്കാർ സേന ഒരു പ്രഖ്യാപനമായി പുറത്തുവിട്ടെന്ന് മാത്രമല്ല, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഒരു കപ്പൽ പിടിച്ചെടുത്തപ്പോൾ തന്നെ യമൻ സർക്കാർ 750-ലധികം സ്ഫോടന വസ്തുക്കളും ആയുധങ്ങളും എല്ലാം എടുത്തു. ഇപ്പൊ ഹൂത്തികൾക്കുള്ള ആയുധങ്ങളുമായി 4 കപ്പലുകളാണ് വരുന്നത്. ഇറാനിൽ നിന്നും ഇത്രയേറെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തിരിച്ചടി നൽകാൻ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഏത് കപ്പലുകളെയും നശിപ്പിക്കാൻ ഹൂത്തികൾക്ക് കഴിയും. ഇതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. സെപ്റ്റംബർ മാസം 5 ഹൂത്തികൾക്കും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്ന പ്രശ്നത്തിലെ ഒരു പുതിയ സംഘർഷം ഈ ഒരു ഡേറ്റിൽ മാർക്കായിട്ടുണ്ട്. പൊതുവെ യമനിലുള്ള ഹൂത്തി റിബൽസിനും ഇസ്രായേലിനും ഇടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ വശത്ത് ഗ്രൗണ്ടിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെ നോക്കി അയക്കും. ഇതിന് പകരം ഇസ്രായേലിന്റെ എയർഫോഴ്സ് യമനിലുള്ള ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ച് വ്യോമാക്രമണം നടത്തും. ഇങ്ങനെ റിപ്പീറ്റഡായി സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ തുടക്കത്തിൽ നടത്തിയ ആക്രമണവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യം ഇസ്രായേൽ യമന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച് ആക്രമണം നടത്തും. എന്നാൽ ഇപ്പോൾ വളരെ പരിമിതമായ എണ്ണ വ്യോമാക്രമണങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ. ബാക്കിയുള്ള എയർ സ്ട്രൈക്സ് എല്ലാം തന്നെ ഒരു സേഫസ്റ്റ് സോണിൽ നിന്നാണ് ചെയ്യുന്നത്. ചെങ്കടൽ മേഖലയിൽ നിന്നും ചെയ്യുന്നുണ്ട്. ഈ നീക്കത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഹൂത്തികൾക്ക് ഒരുതരം സേഫസ്റ്റ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഉള്ളതായി ഇസ്രായേൽ അവിടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, സെപ്റ്റംബർ മാസം 5 മുതൽ ഇന്ന് വരെയും എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇതിനിടയിൽ ഖത്തറിൽ നടന്ന ആക്രമണങ്ങളൊക്കെ ഒരു വലിയ വാർത്തയായി മാറിയിരുന്നു. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഐക്യത്തിന്റെ അഭാവം കാരണം ഇസ്രായേൽ ഇടപെട്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നു എന്നൊക്കെ ഇറാൻ തന്നെ അവരുടെ അപലപനം അറിയിച്ചിരുന്നു. അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഹമാസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഖത്തറിൽ ഒരുമിച്ച് ചേർന്ന് ചില ചർച്ചകൾ നടത്തി. അതായത് ഈ ഹോസ്റ്റേജസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഇസ്രായേൽ ഗാസയ്ക്കിടയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ ഒത്തുതീർപ്പിലാക്കുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുക, ഇങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ചർച്ച നടത്താനായി ദോഹ പ്രദേശത്ത് താമസിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിക്കുന്ന ഇന്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചതിന് ശേഷം ഇസ്രായേൽ കൃത്യം ആ ഒരു ബിൽഡിങ്ങിനെ നശിപ്പിച്ചു. ഈ ഒരു ആക്രമണത്തിന് ശേഷം ഖത്തർ ഒരു വലിയ അപലപനം അറിയിച്ചു. ഇതിനും അപ്പുറം ഖത്തർ ഒരു സേഫസ്റ്റ് രാജ്യമായാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ നോർമലൈസ് ആകണം. ഈജിപ്തൊക്കെ എബ്രഹാം കരാർ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ട്രംപിന് മുൻപുള്ള ഭരണത്തിലൊക്കെ സംസാരിച്ചിരുന്നു. ഇതിനെല്ലാം ഖത്തർ ഒരു പ്രധാനപ്പെട്ട മധ്യസ്ഥനായിരുന്നു. മാത്രവുമല്ല, ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക, ബന്ദികളെ രക്ഷിക്കുന്നതിൽ ഇതിലൊക്കെ ഖത്തറിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ കയറി ആക്രമിച്ചത് അവർക്കൊരു വലിയ തലവേദന തന്നെ ഉണ്ടാക്കി. അവരുടെ സുരക്ഷ ലംഘിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ബേസ് ഖത്തറിലുണ്ട്, എന്നാൽ അവരും സൈലന്റ് ആയിരുന്നു. സൗദി അറേബ്യയിലും അമേരിക്കയുടെ ബേസ് ഉണ്ട്, അവരും സൈലന്റ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് ട്രംപ് ഒറ്റവാക്കിൽ അവസാനിപ്പിച്ചു. അവർ ആ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിന് ചില മിനിറ്റുകൾക്ക് മുൻപാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ അവർ നൽകിയത്. ഞങ്ങൾക്ക് ഈ അനൗൺസ്മെന്റ് വന്നതും ഞങ്ങൾ ഖത്തറിൽ ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയിരുന്നു, ഈ ഒരു സ്ട്രൈക്ക് ചെയ്യുന്നുവെന്ന്. എന്നാൽ ഖത്തർ ഗവൺമെന്റ് അത് ഡിനൈ ചെയ്തു. ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ല. നിങ്ങൾ പ്രാക്ടിക്കലി ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. ചെങ്കടൽ പ്രദേശത്തു നിന്നും ലോഞ്ച് ചെയ്ത ഇസ്രായേലിന്റെ മിസൈൽ സൗദി അറേബ്യയുടെ റഡാറിൽ അകപ്പെട്ടിട്ടുണ്ടാകണം. അതുപോലെ ഖത്തറിലുള്ള US എയർബേസ് റഡാറിലെങ്കിലും അകപ്പെട്ടിട്ടുണ്ടാകണം. ഇങ്ങനെ അകപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി റിട്ടേൺ ഇന്റർസെപ്റ്റർ മിസൈൽസ് ഫയർ ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ ഈ റഡാർ നെറ്റ്വർക്കുകൾ എല്ലാം തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഖത്തറിൽ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് സിസ്റ്റം ഉണ്ട്, അത് അവിടെ ഓൺ ചെയ്ത് വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ അലേർട്ട് ചെയ്യുമായിരുന്നു, അകത്ത് ഇങ്ങനെ ഒരു മിസൈൽ വരുന്നുണ്ട്, ഉടൻ തന്നെ നമ്മൾ റിട്ടാലിയേഷൻ ചെയ്യണമെന്ന്. അതെല്ലാം അമേരിക്ക ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു അപ്രൂവൽ എന്നത് എവിടെ വേണമെങ്കിലും ആക്രമിക്കാം, ആര് വേണമെങ്കിലും ആക്രമിക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാം. ആരും ഒന്നും തന്നെ പറയില്ല, അമേരിക്ക ഒന്നും തന്നെ പറയില്ല. ഈ ഒരു സംഭവത്തിലൂടെ ഖത്തറിൽ നടന്ന ഈ ഒരു സംഭവം എന്നത് വളരെ വ്യക്തമായി തന്നെ പുറത്ത് കാണിച്ചിട്ടുണ്ട്.
ഇതിന് ഇസ്രായേൽ എപ്പോഴത്തെയും പോലെ അവരുടെ ആ ഒരു ടോണിൽ ഒരു മറുപടി പറഞ്ഞു. ഇസ്രായേലിന് എവിടെയെല്ലാമാണോ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു പ്രശ്നം വരുത്തണമെന്ന് എവിടെയെല്ലാമാണോ ഒരു കൂട്ടം ആളുകൾ ചേർന്നിരുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത്, അത് ഏത് പ്രദേശമായിരുന്നാലും ഞങ്ങൾ ആക്രമിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഖത്തറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇതിന് ഉടനടിയൊന്നും റെസ്പോൺസ് കൊടുക്കാൻ കഴിയില്ല. കാരണം മിലിറ്ററി വൈസ് അവർക്ക് വലുതായി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ എക്കണോമിക്കൽ വൈസ് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അതായത് മൾട്ടി-മില്യൺ പ്രോജക്റ്റൊക്കെ US അവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്കലി അമേരിക്കയ്ക്ക് ഒരു പുഷ് അവരെ കൊണ്ട് നൽകാൻ സാധിക്കും, അവരെ ഒന്ന് നിർബന്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിനും അപ്പുറം ഇസ്രായേലിനെതിരെ അമേരിക്കയെ കൊണ്ടൊരു നടപടി എടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത്, അത് ഖത്തറിനെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പോൾ അറബ് രാജ്യങ്ങളുമായി ചേർന്ന് സംസാരിച്ച് തീർച്ചയായും ഇതിനൊരു റിട്ടാലിയേഷൻ ഞങ്ങൾ ചെയ്യും. ഖത്തറിൽ ചില മാസങ്ങളുടെ ഗ്യാപ്പിൽ നടന്ന രണ്ടാമത്തെ സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. അമേരിക്ക ഈ ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഇറാനിൽ അയച്ചപ്പോൾ ഇറാൻ തിരിച്ചു റിട്ടാലിയേഷൻ ചെയ്തു. ആ സമയത്ത് ഖത്തറിന്റെ ബേസിൽ ഒരു ആക്രമണം നടന്നു. വീണ്ടും തിരികെ ഖത്തർ എന്ന രാജ്യത്ത് ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത് ഞങ്ങളുടെ പരമാധികാരത്തെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ അറബ് രാജ്യങ്ങളുമായി സംസാരിച്ച് ഞങ്ങൾ ഇതിനൊരു റിട്ടാലിയേഷൻ തീർച്ചയായും ഏത് തരത്തിൽ നൽകുമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അറിയിപ്പ് ഞങ്ങൾ വീണ്ടും അറിയിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ അബ്ദുൾ റഹ്മാനും ട്രംപ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം ഈ ഒരു പ്രശ്നം നോർമലായി അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇതിനെ എസ്കലേറ്റ് ചെയ്യണ്ട എന്ന തീരുമാനങ്ങൾ എടുത്തതായൊക്കെ പറയുന്നുണ്ട്. ഇതിനുശേഷം ഇതെങ്ങനെ പോകുമെന്നറിയില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യും, അവരുടെ പിന്നിൽ എത്രത്തോളം പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ഓരോ കാര്യങ്ങളിലായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിൽ സംഭവിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഫയൽ ലീക്ക് ആവുക, ഒരു രാജ്യത്തിൻ്റെ സൈനിക രഹസ്യം ചോർത്തുക, ഒരു രാജ്യത്തിൽ പ്രധാനപ്പെട്ട ഭരണമാറ്റം സംഭവിക്കുക, ഇങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും അതിൽ CIA പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. എന്നാൽ അവിടെ മൊസാദിൻ്റെ പങ്കുണ്ടാകും. മൊസാദിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, മൊസാദിൻ്റെ തലയില്ലാതെ ഒരു കാര്യവും പുറത്ത് സംഭവിക്കുന്നില്ല. അത്രത്തോളം വലിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഹൂത്തീസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ അവരങ്ങനെ വെറുതെ വിട്ടില്ല. അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതുവരെയും നോക്കിയാൽ ഈ സെപ്റ്റംബർ 5, സെപ്റ്റംബർ 13 ഇതിനിടയിലുള്ള ഈ സമയത്തിൽ മാത്രം 8 മിസൈൽസ് ഇസ്രായേലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ 11-ാം തീയതി നടന്ന സംഭവത്തിൽ ഇസ്രായേലിന്റെ ബെൻഗുരിയൻ എയർപോർട്ട് ചില മണിക്കൂറുകളോളം അടച്ചിട്ടു. അത്രത്തോളം പുറത്ത് അതിൻ്റെ മിസൈൽ ഡെബ്രിസ് ഒക്കെ വീഴുക, ചിലയിടങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, താഴെ വീണ വാർഹെഡ് പൊട്ടിത്തെറിക്കുക, ഇങ്ങനെ ഇസ്രായേലിനെതിരെ ഹൂത്തികളും അവരുടെ സ്ട്രൈക്സ് തീവ്രമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ വെപ്പൺ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ മാസത്തിൽ പിടിച്ചെടുത്തതിനും ഇപ്പോൾ വന്നതിനും വളരെ വ്യത്യാസമുണ്ട്. ഹൂത്തികളുടെ ആർസലിനെ കുറിച്ച് പറഞ്ഞാൽ അത് വലിയ രീതിയിലൊന്നും ഇല്ല. കാരണം അമേരിക്കയുടെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ട്രൈക്സ് കാരണവും ഇസ്രായേൽ തുടർന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് കാരണവും ഒരുപാട് നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തെ സ്ട്രൈക്ക് എടുത്ത് നോക്കിയാൽ ഹൂത്തികളുടെ മിസൈൽ ലോഞ്ചേഴ്സിന്റെ 15% നശിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ തന്നെ ഒരു ക്ലെയിം നടത്തി. അപ്പോൾ ഇവർക്കുള്ളൊരു റിസർവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ റിസർവ് എല്ലാം റീഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റ് ഇവർക്ക് എന്തായാലും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ചുറ്റുമുള്ള രാജ്യങ്ങൾ എന്തായാലും ഇവർക്ക് സഹായം ചെയ്യാനും പോകുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യം ഉള്ളപ്പോൾ ഇവർക്ക് ആവശ്യമായി സഹായം ചെയ്യണമെങ്കിൽ അത് ഇറാനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഇറാന്റെ പക്കൽ നിന്നും വീണ്ടും ഇവർക്ക് ആവശ്യമായ ആയുധ സഹായം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ 4 കണ്ടെയ്നർ കപ്പലുകൾ ഹൂതീസിന്റെ കൺട്രോളിലേക്ക് വന്നത്. സത്യത്തിൽ ഇതിനെ സീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ വിരട്ടി പിടിക്കാൻ, ഫോളോ ചെയ്യാനൊക്കെ യമന്റെ ആർമഡ് ഫോഴ്സസ് ഒരുപാട് ശ്രമങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം സന, അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഇവ മാത്രമാണ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ളത്. ബാക്കിയുള്ള ഭൂപ്രദേശങ്ങളൊക്കെ ഗവൺമെന്റ് ഫോഴ്സസ്, അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന സർക്കാർ നിയന്ത്രണത്തിലാണുള്ളത്. അവർ ഒരുപാട് ശ്രമങ്ങൾ എടുത്തു. എന്നാൽ ഈ കപ്പലുകളെ അവരെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഈ കപ്പലുകൾ ഹൂത്തീസിന്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നത് തടയാനോ, ഈ വെപ്പൺസ് ഹൂത്തീസ് ആക്സസ് ചെയ്യുന്നത് തടയാനോ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ശരി, ഇതിലിപ്പോൾ എന്തൊക്കെ വെപ്പൺസ് ഉണ്ടാകാം? ഇതിനു മുൻപ് വരെയും പിടിച്ചെടുത്ത കണ്ടെയ്നർ കപ്പലുകളിൽ പ്രധാനമായി ഉണ്ടായിരുന്ന ആർമമെന്റ്സ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. അതിലും സയാദ് എന്ന ഒരു സി വേരിയന്റ് ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത് അമേരിക്കയുടെ RIM-66 നാവൽ വേരിയന്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രം ആ കപ്പലിൽ 65-ലധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഗണ്യമായ അളവ് ഫയർ പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയും
അകത്തെ ശത്രുക്കളുടെ ഒരു അറ്റാക്ക് നടന്നാൽ അവരെ റിപ്പൽ ചെയ്ത് പുറത്തേക്ക് അയക്കുന്നതിന് വേണ്ടിയും കൂടുതൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് ഇറാൻ ഇവിടെ ഹൂത്തികൾക്ക് നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അടുത്തിടെ അവർ നൽകിയ സ്റ്റേറ്റ്മെന്റ്സുമായി മാച്ച് ആകുന്നുണ്ട്. ഇസ്രായേലിന്റെ വ്യോമസേന വിമാനങ്ങൾ ഹൂത്തികളുടെ കൺട്രോൾഡ് ഏരിയയിൽ അറ്റാക്സ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ നോക്കി ഞങ്ങളുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഫയർ ചെയ്തതുകൊണ്ട് മറ്റ് മാർഗമില്ലാതെ അവർ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യകത വന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹൂത്തികൾക്കെതിരായിട്ടുള്ള ഒരു ഡെഡ്ലിയസ്റ്റ് സ്ട്രൈക്ക് അവർ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ ആർസണലിൽ ഞങ്ങളുടെ ഡിഫൻസ് കപ്പാസിറ്റി വീണ്ടും വർദ്ധിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇസ്രായേലിന്റെ വ്യോമസേന വിമാനങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് കയറിയാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള തരത്തിൽ ഞങ്ങളുടെ ശക്തി വർദ്ധിക്കുമെന്നവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. ചില മാസങ്ങൾക്ക് മുൻപ് നോക്കിയാൽ അമേരിക്കയുടെ F-16 യുദ്ധവിമാനത്തെ ഇവർ വിരട്ടി ഓടിച്ചു. അത് ഇവേഴ്സി മെനുവേഴ്സ് ചെയ്ത് ഇവരുടെ ഈ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹൂത്തികളുടെ പക്കൽ ആർസണലുണ്ട്. എന്നാൽ ഈ 4 കപ്പലിലും വന്ന ഈ ആയുധങ്ങൾ ഇത് എത്രത്തോളം ഇവരുടെ ഡിഫൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അടുത്ത 1-2 ദിവസത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഇത്രത്തോളം വെപ്പൺസ് ഒക്കെ ലഭിച്ചാൽ അവർ വെറുതെ ഇരിക്കും എന്ന് തോന്നുന്നുണ്ടോ? സാധാരണ ഒന്നുമില്ലാത്ത സമയത്ത് പോലും അവർ വെറുതെ ഇരുന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് ആവശ്യമായ വെപ്പൺസ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം ഇസ്രായേൽ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും, അല്ലെങ്കിൽ റിട്ടാലിയേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാം. എന്തായാലും ഫസ്റ്റ് സ്ട്രൈക്ക് ഇസ്രായേൽ ആയിരിക്കും ചെയ്യുക. അപ്പോൾ കൂടുതലായുള്ള ഈ മിസൈൽ ലോഞ്ചേഴ്സ് എല്ലാം നശിപ്പിക്കപ്പെടും. അങ്ങനെ ഉണ്ടായിട്ട് കൂടിയും വീണ്ടും ഇവിടെ പക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആർസണലിലേക്ക് വെപ്പൺസ് ഇങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ ഇനിയും എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയില്ല, ഊഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി ഉള്ള ആർസണലിന്റെ കൂടെ പുതിയ രീതിയിലുള്ള വെപ്പൺസും ചേരുമ്പോൾ തീർച്ചയായും റിട്ടാലിയേഷൻ ഹൂത്തീസ് വളരെ ഹെവി ആയി തന്നെ നൽകാൻ ശ്രമിക്കും. അപ്പോൾ ഇസ്രായേൽ വേഴ്സസ് ഹൂത്തീസ് ഇത് എത്രയും പെട്ടെന്ന് ഒരു ഹോട്ട് ടോപ്പിക്കായി മാറും. അടുത്ത 2-3 ദിവസത്തിൽ ഈ സ്ട്രൈക്സിന്റെ വീര്യം ഡീറ്റെയിൽസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇറാൻ ഇതിനകം തന്നെ അമേരിക്കയിൽ നിന്നും ഒരുപാട് സാമ്പത്തിക ഉപരോധം വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കൂടിയും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിൽ ഹൂത്തികൾക്ക് വീണ്ടും സഹായം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം 4 കണ്ടെയ്നർ കപ്പലുകൾ ഒരേ സമയത്ത് ഹൂത്തികൾക്ക് നൽകുക എന്നത് റീസെന്റ് ടൈംസിൽ ഇത് ആദ്യത്തെ തവണയാണ്. കൂടാതെ അമേരിക്കയുടെ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു സർവൈലൻസിനെയും മറികടന്ന് ഷിപ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.